നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗോദോയെ കാത്ത് എന്ന സാമുവൽ ബക്കത്തിന്റെ നാടകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. അങ്ങനെ നീണ്ട അനന്തമായ കാത്തിരിപ്പിലേക്ക് കേരള ജനതയെ തള്ളിവിട്ടിരിക്കുകയാണ്. തീരുമാനങ്ങളിൽ അനിശ്ചിതത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യം ഹൈക്കമാൻഡ് ഇപ്പോഴും ഒരു ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നറിയുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട UDFന്റെ ഘടകകക്ഷി നേതാക്കൾക്കൊക്കെ ഈ കാര്യത്തിൽ വലിയ അസംതൃപ്തിയുണ്ട്. അവർ ഏതാണ്ട് അത് പരസ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ജനവിധി തന്നിട്ടും ഈ കാലതാമസം ഉണ്ടാകുന്നത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുമെന്നുള്ള അഭിപ്രായവുമായി ഘടകകക്ഷികൾ രംഗത്തുണ്ടല്ലോ. ഇത് എന്താണ് കേരളത്തിലെ UDFൽ എന്താണ് സംഭവിക്കുന്നത്? ഘടകകക്ഷികളുടെ അതൃപ്തി ഹൈക്കമാൻഡ് അറിയുന്നുണ്ടോ? GK സാമുവൽ ബക്കറ്റിൻ്റെ ഗോദോയെക്കാത്ത് വെയിറ്റിംഗ് ഫോർ ഗോദ എന്ന നാടകത്തിൽ ആരാണെന്നറിയാത്ത ഗോദോയെക്കാത്താണ് രണ്ട് സുഹൃത്തുക്കൾ കാത്തിരിക്കുന്നത്. അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നറിയാതെ അസംഖ്യം UDFന് വോട്ട് ചെയ്ത ആളുകൾ കാത്തിരിക്കുകയാണ് ആ തീരുമാനത്തിനായി. സാധാരണ ഇത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പ് ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ താരതമ്യേന വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ വളരെ വിശാലമായ ഒരു കൺസൾട്ടേഷനിലേക്ക് ഹൈക്കമാൻഡ് പോവുകയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം സമയമെടുക്കുകയും ചെയ്തതാണ് UDFിൻ്റെ അണികളെ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഒക്കെ നിരാശരാക്കിയിരിക്കുന്നത്. ഇന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഈ കാര്യത്തിൽ തിളക്കമാർന്ന വിജയത്തിന് ഈ കാലതാമസം ഒരു അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഐ ഡു അഡ്മിറ്റ് എന്നുള്ള ഒരു പരാമർശം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തി. അപ്പോൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മറ്റ് ഘടകകക്ഷികൾക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസം തങ്ങളുടെ തിളക്കമാർന്ന വിജയത്തിന് മങ്ങലേൽപ്പിച്ചു, അതിന് ശോഭ കെടുത്തുന്നതായി എന്നൊരു വിചാരമുണ്ട്. എന്താണ് അടിസ്ഥാനപരമായി ഈ കാര്യത്തിൽ ഘടകകക്ഷികൾ അടക്കമുള്ള നിലപാട്? ഇന്ന് ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാവായ മുനവർ അലി ശിഹാബ് തങ്ങൾ ഒക്കെ തന്നെ പ്രതികരിച്ചപ്പോൾ ഈ കാലതാമസത്തിലുള്ള അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. എന്നാൽ ഘടകകക്ഷികൾ ഒരു ആത്മവിമർശനത്തിന് തയ്യാറായാൽ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾ കൂടി ഈ വിഷയത്തെ സങ്കീർണമാക്കിയില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടിയായി നടത്തിയ പ്രതികരണം ഒരുപക്ഷെ കോൺഗ്രസിലെ കാര്യങ്ങളെ സങ്കീർണമാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതായത് VD സതീശനുള്ള പരസ്യമായ പിന്തുണയായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയാണത് പൊതുവിൽ സ്വീകരിക്കപ്പെട്ടത്. അപ്പോൾ ലീഗിനെ പോലൊരു പ്രധാനപ്പെട്ട കക്ഷി തങ്ങളുടേതായ നിലപാടുണ്ടെങ്കിൽ അത് മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രകടിപ്പിക്കുന്നതിന് പകരം പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞതോടെ കോൺഗ്രസിനകത്തും വലിയ തോതിൽ അസ്വസ്ഥതകളുണ്ടായി. ആ അസ്വസ്ഥതകളാണ് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ചർച്ചയെ കൂടുതൽ സങ്കീർണമാക്കിയത്. ഒപ്പം തന്നെ 3 പ്രധാന നേതാക്കളെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതും അതിൽ 3 പേരും പിന്മാറാത്തതും പ്രശ്നത്തെ സങ്കീർണമാക്കി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും കേട്ട് ഒരു തീരുമാനമെടുക്കുന്നതിനുണ്ടായ കാലതാമസമാണ് ഇപ്പോൾ ഈ ഒരു അസന്തുഷ്ടിക്ക് കാരണം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇപ്പോൾ എത്രയും വേഗം പ്രഖ്യാപിക്കണം എന്നൊരു വികാരം ഹൈക്കമാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ GK സൂചിപ്പിച്ച പോലെ ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകൾക്കിടയിൽ ഒപ്പം തന്നെ ഘടകകക്ഷികൾക്കിടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഹൈക്കമാൻഡ് മനസ്സിലാക്കി. ഹൈക്കമാൻഡിൻ്റെ രഹസ്യ നിരീക്ഷണ സംഘം അടക്കം ഈ കാര്യങ്ങൾ ഹൈക്കമാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീജിത്ത്, ഈ അവസാനവട്ട കൂടിയാലോചനകളിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ അവസാനവട്ട കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷികൾക്ക് എന്തെങ്കിലും റോള് വഹിക്കാനുണ്ടോ? കാരണം ഇത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ കണ്ടെത്താനുള്ള ആലോചനകളാണ്. അതിൽ ഘടകകക്ഷികൾക്ക് കാര്യമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്ന അഭിപ്രായം കോൺഗ്രസിലെ ഏതാനും നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം ഇതിൽ 3 പേരിൽ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാകുമോ? GK അടിസ്ഥാനപരമായി UDFൻ്റെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കപ്പെടുന്നത് എങ്കിലും അതിനെ നയിക്കുന്ന മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര തീരുമാനമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര കാര്യമാണ് മുന്നണിയുടെ കോൺഗ്രസിൻ്റെ നിയമസഭാകക്ഷി നേതാവ് ആരായിരിക്കണം, മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത്. ആ കാര്യത്തിൽ ഘടകകക്ഷികൾക്കൊക്കെ അവരുടെ അഭിപ്രായം ആരായുമ്പോൾ തങ്ങളുടെ അഭിപ്രായം പറയാമെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒന്നായി ഘടകകക്ഷികളുടെ പിന്തുണ മാറാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രസക്തി വരുന്നത്? കോൺഗ്രസിന് പിന്നെ എന്താണ് പ്രസക്തി എന്ന ചോദ്യം വരും. എന്നാൽ പല ഘട്ടങ്ങളിലും ലീഗിൻ്റെ അടക്കമുള്ള നിലപാടുകൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കുക വയ്യ. 1991-96 സർക്കാരിൻ്റെ കാലത്ത് കെ കരുണാകരനെ മാറ്റി AK ആന്റണി കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കടന്നു വരുമ്പോൾ അന്ന് ലീഗിൻ്റെ
നിലപാട് വലിയ തോതിൽ നിർണായകമായി എന്നുള്ളത് ഒരു ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ലീഗിലടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാറുണ്ട് എങ്കിൽ പോലും ആത്യന്തികമായി അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ 63 MLA-മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. 3 പേർ പുറത്തു നിന്ന് അവരെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അങ്ങനെ അത്രയും MLA-മാരുള്ള ഒരു പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ UDF-ലെ മറ്റ് കക്ഷികൾക്ക് അഭിപ്രായം പറയാമെങ്കിലും ആ കാര്യത്തിൽ അതിനെ സ്വാധീനിക്കുന്ന ഒന്നായി ഇത് മാറുക വയ്യ. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം ആർക്കാണ് എന്നത് തന്നെയാണ് അടിസ്ഥാന ഘടകം. അതുതന്നെയാണ് പ്രധാന മാനദണ്ഡം. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷത്തെ മറികടന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന ചരിത്ര വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഘടകകക്ഷികൾക്കിടയിൽ ഈ കാലതാമസം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഏതാണ്ട് പരസ്യമായി അവർ നേതാക്കളിൽ പലരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്ര വലിയൊരു ജനവിധി ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ വരുന്ന കാലതാമസം UDF-ന്റെ ആകെ പ്രതിച്ഛായയും ഈ വിജയത്തിന്റെ ശോഭയും കെടുത്തുന്ന ഒന്നാണ് എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുമെങ്കിലും അത് ഈ ആരെയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കേണ്ടതെന്ന തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒന്നായി മാറില്ല എന്നുകൂടി ആർ ശ്രീജിത്ത് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.